അതിശക്തമായ പ്രോഗ്രാമിന്റെ രണ്ടാമത്തെ ദിവസത്തിലേക്ക് മുഴുവൻ ആൾക്കാരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ് എല്ലാവരും കേട്ടുകാണുമെന്ന് വിചാരിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ അകത്ത് ഒരാശയമായിരിക്കാം അല്ലെങ്കിൽ ഒരു ചിന്തയായിരിക്കാം നമ്മുടെ ജീവിതം മാറ്റിമറിക്കുന്നത്. ഒരു ഐഡിയ ആയിരിക്കാം നമ്മുടെ ലൈഫ് മാറ്റിമറിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, അതായത് പണം വരുന്ന ആളുകൾ, പണമുണ്ടാക്കുവാൻ അല്ലെങ്കിൽ ദാരിദ്ര്യത്തിന്റെ കൊടുമുടിയിൽ കഴിയുന്ന ഒരു വ്യക്തിക്ക് സമ്പന്നതയിലോട്ട് പോകുവാൻ ഒരു ഫോർമുലയുണ്ട്. ഏതൊരാളും അയാളുടെ കയ്യിൽ ഇപ്പോൾ നയാ പൈസ ഇല്ലെങ്കിലും, അയാൾ ഇപ്പോൾ കോടിക്കണക്കിന് ബാധ്യതയിലാണെങ്കിലും, അയാൾക്കിപ്പോൾ ഫിനാൻഷ്യലി അല്ലെങ്കിൽ സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും അയാൾ പതറ്റിക് കണ്ടീഷനിലാണെങ്കിലും അയാൾക്ക് ഉയർന്നു വരുവാൻ ഒരു ഫോർമുലയുണ്ട്. അപ്പൊ ചില ആൾക്കാർ ചോദിക്കും, സാറേ ആ ഫോർമുല ഏതാ എന്ന് ഒന്ന് വ്യക്തമായി പറഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് അതൊന്ന് ഫോളോ ചെയ്താൽ മതിയല്ലോ എന്ന് പറയും. അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് നല്ല ശ്രദ്ധ വേണം. കാരണം ഈ ഫോർമുല ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. എനിക്ക് വേണ്ട ഫോർമുലയല്ല നിങ്ങൾക്ക് വേണ്ടത്, എക്സിന് വേണ്ടതല്ല വൈക്ക് വേണ്ടത്. പക്ഷേ എല്ലാവർക്കും വേണ്ടത് ഒരു കാര്യമാണ്, അത് നിതാന്തമായ ശ്രദ്ധയാണ്. അതുകൊണ്ട് നമ്മൾ അതിലോട്ട് വരാൻ വേണ്ടി പോവാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കൃത്യമായി പഠിച്ചു, വളരെ ആഴത്തിൽ പഠിച്ചു നമ്മുടെ ബെൻസന്റെ ലൈഫ്. കാരണം നമുക്ക് അനുഭവത്തിലൂടെ മാത്രമേ ഒരു കാര്യം മനസ്സിലാക്കുവാൻ സാധിക്കൂ. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ ഉള്ള കഥാപാത്രങ്ങൾ നമ്മളായിട്ട് മാറുമ്പോഴേ നമുക്കത് മനസ്സിലാക്കുവാൻ സാധിക്കൂ. ബെൻസന് ഉണ്ടായിരുന്ന പ്രത്യേകത, അദ്ദേഹത്തിന് പണം കയ്യിലുണ്ടായിരുന്നില്ല. തോമസ് ആൽവ എഡിസൺ അദ്ദേഹം അറിയില്ലായിരുന്നു. എഡിസനെ സ്വാധീനിക്കുവാനുള്ള പൊളിറ്റിക്കൽ പവർ ഉണ്ടായിരുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ ഉള്ളിൽ അടങ്ങാത്ത ഒരു ആഗ്രഹമുണ്ടായിരുന്നു. ഒരാൾക്കും കെടുത്തുവാൻ സാധിക്കാത്ത രൂപത്തിൽ തെളിച്ചു വെച്ച, അല്ലെങ്കിൽ ലോകം മുഴുവൻ കാണുമാർ അത്രയും പ്രകാശത്തിൽ നിൽക്കുന്ന ഒരു ആഗ്രഹമുണ്ടായിരുന്നു. എനിക്ക് അത് വേണം, എനിക്ക് തോമസ് ആൽവ എഡിസന്റെ കൂടെ ബിസിനസ് ചെയ്യുന്ന ഒരു ബിസിനസ് പങ്കാളിയാവണം എന്ന ഒരിക്കലും കെടാത്ത, അണയാത്ത, മനസ്സിൽ കാത്തു സൂക്ഷിച്ച ഒരു ഡിസയർ, ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. അതിൽ അദ്ദേഹത്തിന് യാതൊരു സംശയമോ അതിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കോ അദ്ദേഹം റെഡിയായിരുന്നില്ല. അൺഷേക്കബിളായ വിശ്വാസം ഉണ്ടായിരുന്നു, ശക്തമായ വിൽപ്പവർ ഉണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചു. അതേപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ശ്രദ്ധ ഉണ്ടാവണം. കാരണം ഓരോ അനുഭവങ്ങളിൽ നിന്നും ഇത് എനിക്കുള്ള അവസരമാണോ, എന്നെ അടുത്ത സ്റ്റെപ്പിലോട്ട് കൊണ്ടുപോകുവാനുള്ള ഒരു ഇൻവിറ്റേഷൻ ആണോ എന്ന് ഒരാൾക്ക് തിരിച്ചറിയണമെങ്കിൽ മിനിമം അയാൾക്കെങ്കിലും അയാളുടെ നിയന്ത്രണം അയാളുടെ കൈവശമെങ്കിലും ഉണ്ടാവണം. ഒരാൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ നിമിഷത്തിലില്ലാതെ കഴിഞ്ഞു പോയ കാലത്തിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്ന് തൻ്റെ മുമ്പിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്താണ്, തന്നോട് ആരെങ്കിലും പറയുന്ന കാര്യത്തിന്റെ ഉത്സാരം എന്താണ്, ഇതിനെക്കുറിച്ചൊന്നും മനസ്സിലാക്കാതെ മരിച്ചവരെ പോലെ ജീവിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവസരങ്ങളൊക്കെ മുമ്പിലുണ്ടായാലും അവർക്ക് കാണാൻ സാധിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞു. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു അവസരവും അതിനു മുമ്പ് അതിശക്തമായ ഒരു തടസ്സം ഇല്ലാതെ ഇല്ല. മനസ്സിലായി? നിങ്ങളൊരു പൈലറ്റ് ആവണം, അതിശക്തമായ തടസ്സം നിങ്ങൾക്കുണ്ട്. അതിന് ഫിനാൻഷ്യലായിട്ട് നിങ്ങൾക്ക് ഒരുപാട് ചെലവഴിക്കേണ്ടി വരും, ഒരുപാട് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. മനസ്സിലായില്ലേ? പരാജയം മണക്കും. അങ്ങനെയാണ് ഈ പ്രപഞ്ചം സെറ്റ് ചെയ്തത് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞാൻ 2 സ്റ്റോറി കൂടി പറയുന്നു. ഈ 2 സ്റ്റോറികൾ എന്ന് പറയുന്നത്, ഈ സ്റ്റോറികളിലൂടെയാണ്, ഈ സ്റ്റോറികളിൽ നിന്നും ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും എന്താണ് എൻ്റെ വിജയത്തിന് പോരായ്മയുള്ളത്, എന്താണ് എൻ്റെ ഉള്ളിൽ ഞാൻ കാണാത്ത ഭാഗത്ത് തടസ്സമായി നിൽക്കുന്നത് എന്താണ് എന്ന് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിക്കും. എന്താണ് എൻ്റെ ഉള്ളിലെ തടസ്സം എന്നത്. അതായത് ഡാർബിയ എന്ന് പറയുന്നത് ഇൻഷുറൻസിലൂടെ കോടികൾ ഉണ്ടാക്കിയ ഒരു അമേരിക്കൻ കോടീശ്വരനാണ്. ഇദ്ദേഹം പറയുന്ന ഒരു സംഭവമുണ്ട്. ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ അമ്മാവനും
ഒത്തിരി ട്രെയിനേഴ്സൊക്കെ ഇത് പറയുന്നത് നിങ്ങൾ കേട്ട് കാണും. പക്ഷെ എങ്കിലും നമ്മൾ ആഴത്തിൽ എന്താണ് വിജയത്തിന് ഒരു മനുഷ്യന്റെ ഉള്ളിൽ തടസ്സം എന്ന് ഇത്തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. അതല്ലാതെ നമ്മൾ ഒരു വാചികമായിട്ടല്ല. ഞാൻ ഈ പറയുന്നത് കൃത്യമായി കേൾക്കുകയും പരിശീലിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് സമ്പന്നനാകുവാൻ സാധിക്കും. ഡാർബി പറയുന്നു, അദ്ദേഹത്തിന്റെ അമ്മാവൻ സ്വർണം ഖനനം ചെയ്യുവാനുള്ള പെർമിഷനൊക്കെ വാങ്ങി. അത് ഖനനം ചെയ്യാൻ വേണ്ടി അമേരിക്കയുടെ ആ ഒരു പ്രത്യേക പാർട്ടിൽ അവർ പോയി ജോലി തുടങ്ങി. സ്വർണം ഖനനം ചെയ്യാനുള്ള ജോലി തുടങ്ങി. കുറെ എത്തിയപ്പോൾ സ്വർണത്തിന്റെ അയിരികൾ ഇങ്ങനെ സമൃദ്ധമായി കാണാൻ തുടങ്ങി. സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി, മനസ്സിൽ ലഡുപൊട്ടി. ദൈവമേ, ഇനിയുള്ള കാലം ഈ സ്വർണവും ഈ കാര്യങ്ങൾ ഇതൊക്കെ പണമാക്കി ബാങ്കിലിട്ട് സ്വസ്ഥമായി കുടുംബത്തോടു കൂടി സമാധാനത്തോടുകൂടി ജീവിക്കാം. അല്ലല് കഴിഞ്ഞു, എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞു. അങ്ങനെ വീണ്ടും ഖനനം ചെയ്യുമ്പോൾ അവർക്ക് മെഷീനറി ആവശ്യമായി വന്നു. അങ്ങനെ പൈലിംഗ് മെഷീൻസ് ഒക്കെ വലിയ വില കൊടുത്തു വാങ്ങി. കാരണം സ്വർണമല്ലേ കിട്ടുന്നത്. അങ്ങനെ സ്വർണം ഇങ്ങനെ ഖനനം ചെയ്ത് ഒരുപാട് ലക്ഷക്കണക്കിന് രൂപയുടെ മെഷീനറി ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഖനനം ചെയ്ത് അകത്തോട്ട് പോകുമ്പോൾ അവരൊരു കാര്യം ശ്രദ്ധിച്ചു. ആ കാര്യം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, കൂടുതൽ അകത്തോട്ട് പോകും തോറും ഈ സ്വർണത്തിന്റെ അയിരിന്റെ ഖനം, അതിന്റെ എന്താ പറയാ, അതിന്റെ ആ ഒരു സാന്നിധ്യം ഇത് കുറഞ്ഞു വന്നു. ഡാർബിയക്കും അവരുടെ അമ്മാവനും ഭയങ്കരമായ ഡൗട്ട്, എന്താ ഇത് സംഭവം. പിന്നെ നോക്കുമ്പോൾ തീരെയില്ല. വീണ്ടും അവർ കുഴിച്ച് അവസാനം ഇവർക്ക് തോന്നി, ആവശ്യമില്ലാത്ത പണിയാണ് ഞാൻ ചെയ്യുന്നത്. ഒക്കെ പോയി, കിട്ടിയതൊക്കെ പോയി, നഷ്ടപ്പെട്ടു. ശരിക്കും ശ്രദ്ധിക്കണം. അപ്പൊ ഇവരെന്ത് ചെയ്തു? ഇനിയും നമ്മുടെ ആയുസ്സും സമയവും പണവും ഇവിടെ ചെലവഴിക്കണോ, ഇട്ടേച്ചു പോണോ? രണ്ടാമതൊന്നും തോന്നിയില്ല. അവരെന്ത് ചെയ്തു? ഒരു ആക്രി കച്ചവടക്കാരനെ വിളിച്ചുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഈ പറയപ്പെട്ട എല്ലാ സാധനങ്ങളും ഞാൻ നിങ്ങൾക്ക് നൽകാം, ലൈസൻസ് ഉൾപ്പെടെ എല്ലാം. എന്തു തരും? അദ്ദേഹം ഒരു വില പറഞ്ഞു, കിട്ടുന്ന വില കൊടുത്തു. അവർ തിരിച്ചു വീട്ടിലോട്ട് വണ്ടി കയറി. ശരിക്കും ശ്രദ്ധിക്കണേ. ഇപ്പൊ ഈ ആക്രി കച്ചവടക്കാരൻ ചെയ്ത ജോലി എന്താ ചോദിക്കുകയാണെങ്കിൽ, ആക്രി കച്ചവടക്കാരൻ അവർ ചെയ്ത ഈ മൈനിങ്ങിൽ അവിടെ പോയി സൂക്ഷ്മ നിരീക്ഷണം നടത്തി. അദ്ദേഹം ഒരു മെന്ററുടെ, ഒരു ട്രെയിനറുടെ, ഒരു വിദഗ്ധനായ ഒരാളുടെ സഹായം തേടി. എന്താണ് ഇവിടെ സംഭവിച്ചത്? ശരിക്കും ശ്രദ്ധിക്കണം. എന്തിനാണ് ഒരു മെന്റർ? എന്തിനാണ് ട്രെയിനിങ്? എന്തിനാണ്? നമുക്കറിയുന്നത് മാത്രമേ ഉള്ളൂ. ഇതിനപ്പുറം ആരോട് ചോദിക്കാനും പറയാനൊന്നും ആരുമില്ല. എനിക്കറിയാത്തതൊന്നും വേറെ ആർക്കും അറിയില്ല. ഇതാണോ പ്രിയപ്പെട്ടവരെ നമ്മുടെ മനോഭാവം? അദ്ദേഹം ഒരു മൈനിങ് എക്സ്പേർട്ടിനെ വിളിച്ചുകൊണ്ട് ഈ പ്രദേശത്തെ അദ്ദേഹം നിരീക്ഷിച്ചു, പഠിച്ചു, അദ്ദേഹത്തിന് ഉപദേശം തേടി. അപ്പോൾ ആ മൈനിങ് എക്സ്പേർട്ട് അത്ഭുതം കൂറിക്കൊണ്ട് പറഞ്ഞു, എൻ്റെ ദൈവമേ, ഈ സ്വർണത്തിന്റെ ഈ ഒരു പ്രതിഭാസം ഇങ്ങനെ തന്നെയാണ്. ഇങ്ങോട്ട് വരും, വന്നു നിറയും, പിന്നെ അത് നേർത്തി ഇല്ലാതെയാകും. സത്യം പറഞ്ഞാൽ ഇനി ഒരു 3 അടി മാത്രമേ ഉള്ളൂ കുഴിക്കാൻ. ഈ 3 അടി കൂടി, 3 അടി ഇത്രയും കുഴിച്ച് ഒരു എക്സ്പേർട്ടിനെയും അന്വേഷിക്കാതെ, ഒരു ട്രെയിനിങ്ങും അറ്റൻഡ് ചെയ്യാതെ, അല്ലെങ്കിൽ ഒരു കാര്യവും ചിന്തിക്കാതെ, തനിക്കറിയാത്തതൊന്നും വേറെ ആർക്കും അറിയില്ല, ആരോട് ചോദിക്കാൻ, എല്ലാവരും കണക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് പോയ ഈ പറയപ്പെട്ട ഡാർബി, അവർ അതിമഹത്തായ സമൃദ്ധിയുടെ 3 അടിക്ക് മുമ്പിൽ അവർ പരിപാടി നിർത്തിപ്പോയി. പക്ഷെ ഈ ആക്രി കച്ചവടക്കാരൻ അത് നേടിയെടുക്കുകയും കോടീശ്വരനാവുകയും ചെയ്തു. ഇതൊരു വല്ലാത്തൊരു സ്റ്റോറിയാണ്. ഈ സ്റ്റോറി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ സ്റ്റോറി എന്ന് പറയുമ്പോൾ ഏതൊരാൾക്കും അതിശക്തമായ ഒരു വിജയം ലഭിക്കുന്നതിന് മുമ്പ് ഈ രൂപത്തിലുള്ള ഒരു തടസ്സം പ്രപഞ്ചം ഇട്ടു നൽകും. ഉറപ്പായിട്ടും നൽകും. എപ്പോഴും നിങ്ങൾ നോക്കൂ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ പല കാര്യത്തിനും വേണ്ടി മുന്നിട്ടിറങ്ങുമ്പോൾ, ഞാൻ പറഞ്ഞു, നമ്മൾ മുന്നിട്ടിറങ്ങുന്നതിന് മുമ്പ് നമുക്ക് ആ വിഷയത്തെ കുറിച്ച് സത്യസന്ധമായ ആഗ്രഹവും ലക്ഷ്യവും ഉണ്ടായിരിക്കണം. കിട്ടുമോ ഇല്ലേ നോക്കാം. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒന്നും കിട്ടൂല. 100%. ഞാൻ പറഞ്ഞ ശരിയല്ലേ പ്രിയപ്പെട്ടവരെ? ട്രഷർ കോഴ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, മണി മൈൻഡ് സെറ്റിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, EFT ഒക്കെ ചെയ്യുന്ന ആളുകൾ,
ഞാൻ പറയുന്നത് ശരിയല്ലേ? നമ്മുടെ ചിന്താഗതിയും നമ്മുടെ കാഴ്ചപ്പാടും നമ്മുടെ വിശ്വാസവും മാറിയാൽ നേരത്തെ സ്വപ്നം പോലും കാണുവാൻ സാധിക്കാത്ത കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യമായി നോർമലായി വരുന്നത് നിങ്ങൾ അനുഭവിക്കുന്നില്ലേ? ഒന്ന് ടൈപ്പ് ചെയ്ത്, എല്ലാവരും ടൈപ്പ് ചെയ്ത്. ഒത്തിരി ആൾക്കാർ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഞാൻ പറയുന്നത്, മഹാഭൂരിപക്ഷം ആൾക്കാരും വലിയ നേട്ടത്തിന് മുമ്പ് ഈ പറയപ്പെട്ട രൂപത്തിലുള്ള തടസ്സങ്ങൾ കാണുന്നു. അത് ഒഴിവാക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. ഈ പ്രതിസന്ധികളെ പൂർണ്ണമായിട്ടും നമുക്ക് ഇല്ലായ്മ ചെയ്യാൻ സാധിക്കില്ല. മോസ്റ്റ് പ്രോബബ്ലി ഒരാൾക്കും എളുപ്പത്തിൽ ചെയ്യാൻ കഴിയില്ല. ഏത് അച്ചീവ്മെന്റ് മുമ്പിലും ഒരു തടസ്സം ദൈവം ഇട്ടുതരും. അപ്പൊ അത് തടസ്സമായി കാണാം, കോടിപ്പടിയായിട്ട് കാണാം. ഇത് എങ്ങനെയാന്നുള്ളത് നമ്മൾ തീരുമാനിച്ചാൽ മതി. മനസ്സിലായി? അതുകൊണ്ട് ഈ തടസ്സത്തെ കാണുമ്പോൾ എന്ത് സംഭവിക്കും? മഹാഭൂരിപക്ഷം ആൾക്കാരും എന്ത് ചെയ്യും? ഒന്നും ചെയ്യൂല. ഇനി എന്ത്? എത്ര കാലമായി ഞാൻ PSC എഴുതുന്നു. ഞാൻ ഒരു കാലത്ത്, എനിക്ക് PSC എന്നതിനെ കുറിച്ച് അറിയില്ലാത്ത ഒരു കാലത്ത് എൻ്റെ സഹോദരൻ എൻ്റെ PSCയുടെ ഫോം ഫില്ല് ചെയ്ത് അന്ന് ഒരു വർഷങ്ങൾക്ക് മുമ്പ് അയച്ചു. എനിക്കൊരു അപ്ലിക്കേഷൻ വന്നു. അപ്പോഴാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് അറിയുന്നത്. ഞാൻ പോയി PSC പരീക്ഷ എഴുതിയപ്പോ എനിക്ക് PSC കിട്ടിയില്ല. കാരണം കിട്ടൂല, നമ്മൾ പഠിക്കാണ്ട് പോയി എഴുതുകയാണ്. പക്ഷെ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ഇതിപ്പോ ഒന്ന് ശ്രമിച്ചാൽ കിട്ടാവുന്നതല്ലേ ഉള്ളൂ. ഒരു 6 മാസം ഇരുന്നു. എത്ര PSC കിട്ടിയതിന് കയ്യും കണക്കില്ല. കാരണം നമുക്ക് ഒരു വിഷയത്തിൽ കൃത്യമായ ലക്ഷ്യബോധവും ആഗ്രഹവുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ട് കിട്ടും. തടസ്സങ്ങൾ ഉണ്ടാവും. ഈ തടസ്സങ്ങൾ എന്ന് പറഞ്ഞാൽ അന്ന് ഒരുപാട് തടസ്സം ഉണ്ടായിരുന്നു. ഒരു കോച്ചിങ് ക്ലാസ്സിന് പോകുവാനുള്ള ഫീസ് പോലും കൊടുക്കാനുണ്ടായിരുന്നില്ല. അതൊക്കെ തടസ്സമാണ്. അപ്പൊ ഞാൻ പറയുന്നത്, പ്രിയപ്പെട്ടവരെ, നമ്മൾ തിരിച്ചറിയുക, നിങ്ങൾ ഇപ്പോൾ അതിശക്തമായ പരാജയത്തിലാണെങ്കിൽ ഓർക്കുക, അതിന്റെ 3 അടി താഴെ അതിശക്തമായ ഒരു വിജയം ഇരിക്കുന്നു. കാരണം ഈ വിജയത്തിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് പരാജയം. അതുകൊണ്ട് മുന്നോട്ട് പോവുക. അത് 3 അടി താഴെയാണ് നിങ്ങളുടെ വിജയം. മനസ്സിലായില്ലേ? അപ്പോ ഞാൻ പറയുന്നത്, ഒരു മനുഷ്യൻ വിജയിക്കണമെങ്കിൽ ഒത്തിരി സ്റ്റെപ്സുകൾ ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട 6ഓളം അത് അടുത്ത ക്ലാസ്സിൽ പറയാം. കാരണം നമ്മളെപ്പോഴും നിൽക്കരുത്. കമ്മിറ്റ്മെന്റ്, പുതിയ കമ്മിറ്റ്മെന്റ് ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് ഉണ്ടാവുന്ന മാനസികമായ സംഘർഷങ്ങളെ മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴേ ദൈവം നമുക്ക് ക്രിയേറ്റിവിറ്റി നൽകൂ. ഈ ക്രിയേറ്റിവിറ്റി ഉണ്ടാകുമ്പോഴേ നമുക്ക് കാപ്പബിലിറ്റി ഉണ്ടാവൂ. ഈ കാപ്പബിലിറ്റി ഉണ്ടാകുമ്പോഴേ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാവൂ. ഒരു വിഷയത്തിൽ കോൺഫിഡൻസ് ആയി കഴിഞ്ഞാൽ പിന്നെ പുതിയ വിഷയത്തിലോട്ട് ഇറങ്ങണം. ഒന്നിൽ തന്നെ കളിച്ചുകൊണ്ടിരിക്കരുത്. മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ പറയുന്നത് ഇതാണ്, ഈ ഒരു സ്റ്റോറി. അതേപോലെ തന്നെ മറ്റൊരു സ്റ്റോറി കൂടി അദ്ദേഹം പറയുന്നത്, മറ്റൊരു സ്റ്റോറി കൂടി. ഈ സ്റ്റോറിയിൽ നിന്നൊക്കെ നമ്മുടെ വിജയത്തിനുള്ള രഹസ്യം നമ്മൾ കണ്ടുപിടിക്കണം. മനസ്സിലായോ? നിങ്ങൾ എത്ര വലിയ ഒരു ഡെല്ലസിലാണെങ്കിലും അതിനാണ് ഹാപ്പി പാർക്ക് പോലുള്ള പ്ലാറ്റ്ഫോമുകൾ. കുണുപോലെ എത്ര പ്ലാറ്റ്ഫോമുകൾ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാം അവഗണിച്ചുകൊണ്ട് എനിക്കതൊന്നും വേണ്ട. ഇതാണ് നമ്മുടെ പരാജയത്തിന്റെ ഏറ്റവും വലിയൊരു ഹേതു എന്ന് പറയുന്നത്. അപ്പോ മൈ ഡിയർ ഫ്രണ്ട്സ്, ആർ യു വിത്ത് മീ? ക്യാൻ യു അണ്ടർസ്റ്റാൻഡ് what I say? ക്ലിയർ അല്ലേ ഞാൻ പറയുന്നത്? ഒത്തിരി ആൾക്കാർ നിറഞ്ഞിരിക്കുന്നു നമ്മുടെ സൂമിൽ. ഡാർബി പറയുന്ന മറ്റൊരു സ്റ്റോറി, അദ്ദേഹവും അദ്ദേഹത്തിന്റെ അങ്കിളും ഇതേപോലെ തന്നെ ഒരു വലിയ ഗോതമ്പ് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫാമിൽ അവരിങ്ങനെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ അമ്മാവനോട് 50 പൗണ്ട് കടം വാങ്ങിയ ഒരു കറുത്ത വർഗക്കാരിയുണ്ട്. ആ കറുത്ത വർഗക്കാരിയുടെ മകൾ, ശരിക്കും ശ്രദ്ധിക്കണം ഈ കഥകളൊക്കെ, ഈ മകൾ ആ പണം കടം കൊടുത്തത് തിരിച്ചു വാങ്ങാൻ വേണ്ടി ഇവരുടെ ഫാം ഹൗസിലോട്ട് വരുന്നു. അപ്പൊ അമ്മാവൻ നോക്കുന്ന സമയത്ത് ഒരു കറുത്ത പെൺകുട്ടി പണം ചോദിക്കാൻ വേണ്ടി വരുന്നു. അമ്മാവൻ സ്വാഭാവികമായിട്ട് പ്രായമായ ആളുകളാണ്, വെള്ളക്കാരാണ്, കറുത്ത വർഗക്കാരുടെ പ്രത്യേകമായ ഒരു മനോഭാവമാണ്. ഈ ഒരു സമയത്താണ് ഈ കറുത്ത വർഗക്കാരിയായ പെൺകുട്ടി പണം ചോദിക്കാൻ വേണ്ടി വന്നത് കണ്ടപ്പോ, പോ പണമില്ല, ഒന്നുമില്ല, പോ എന്ന് പറഞ്ഞു. അപ്പൊ ഈ പെൺകുട്ടി പറഞ്ഞു, യെസ് സർ. ഡാർബി എങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോ ഇവർ നോക്കുന്ന സമയത്ത് ഇവരുടെ ഈ വാക്ക് കേട്ടപ്പോൾ തന്നെ ഈ ലേഡി പിന്തിരിഞ്ഞു പോയി എന്നാണ് ആര് വിചാരിക്കുന്നത്? ഡാർബിയുടെ അങ്കിൾ വിചാരിക്കുന്നത്. കുറച്ചു കഴിഞ്ഞപ്പോ പെൺകുട്ടി അവിടെ തന്നെ, നിന്നോടല്ലേ ഞാൻ പോവാൻ വേണ്ടി പറഞ്ഞത്, ഇറങ്ങി പോവിടുന്ന്, അടിച്ച് തന്നെ ഞാൻ ശരിയാക്കും.
മനസ്സിലായി? എന്റെ കയ്യിലുള്ള വടിയുണ്ടല്ലോ, അതിന്റെ ചൂട് നീ അറിയും, ഇറങ്ങിപ്പോ. യെസ് സർ. ആ പെൺകുട്ടി യെസ് സർ, ഇത് മാത്രമേ പറഞ്ഞുള്ളൂ. ഇവര് പോയി വീണ്ടും വീണ്ടും ജോലിയിൽ ഏർപ്പെട്ടു. വിചാരിച്ചു പോയി. കുറച്ചു കഴിഞ്ഞപ്പോ നോക്കുമ്പോൾ ആ പെൺകുട്ടി നിന്ന സ്ഥലത്തുനിന്ന് ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോയില്ല, അവിടെ തന്നെ നിൽക്കുന്നു. ദേഷ്യം കൊണ്ട്. കാരണം തന്നെ ഇൻസൾട്ട് ചെയ്തു പ്രായമായ ഒരു കാരണവരാണ് ഞാൻ. കാര്യമായി കറുത്ത പെൺകുട്ടികളൊന്നും ഈ വെള്ളക്കാരിൽ പ്രത്യേകിച്ച് മുതിർന്ന ആളുകളെ അവഗണിക്കില്ല, അവർ പറഞ്ഞ ഉടനെ കേൾക്കും. അങ്ങനെ ഒരു മൈൻഡ് സെറ്റാ ഉള്ളത്. ഈ പെൺകുട്ടി അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ മാന്യമായി യെസ് സർ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുന്നു. ദേഷ്യം കൊണ്ട് കണ്ണു ചുവന്ന ഈ മനുഷ്യൻ ആ ഗോതമ്പ് എന്താ പറയാ അവിടെയുള്ള അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ആ വടി അതെടുത്തിട്ട് എന്താ പറയാ ഒരു പൂക്കുണ്ട് ഇവരെ പ്രഹരിക്കാൻ വേണ്ടി. ഡാർബിയെ പറയാണ്, ഞാൻ പേടിച്ചുപോയി, എന്ത് സംഭവിക്കും? കാരണം കൊന്നാൽ പോലും അതൊക്കെ നമുക്കറിയാം, അത്രേ ഉണ്ടാവുള്ളൂ. എന്തെങ്കിലും സംഭവിക്കുമെന്ന് ഭയപ്പെട്ടിരിക്കുന്ന സമയത്ത് വടിയെടുത്ത് അടിക്കാൻ വന്നപ്പോൾ ഈ പെൺകുട്ടി ചെയ്ത ജോലി എന്താ ചോദിക്കുകയാണെങ്കിൽ, ഈ പെൺകുട്ടി ഒരടി കൂടി മുന്നോട്ട് പോയി. പിന്നോട്ടല്ല. നിങ്ങൾ പിന്നോട്ട് പോയി പരിശീലിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ പിന്നോട്ട് നയിക്കുവാനുള്ള ആളുകൾ വരും, സാഹചര്യങ്ങൾ വരും. പേടിക്കാൻ വേണ്ടി നിൽക്കുകയാണെങ്കിൽ നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി ആൾക്കാർ വരും. മുന്നോട്ട് പോകൂ പ്രിയപ്പെട്ടവരെ. ഈ പെൺകുട്ടി ഒരടി കൂടി മുന്നോട്ട് പോയിട്ട് പറഞ്ഞു, എന്റെ അമ്മക്ക് കൊടുക്കുവാനുള്ള 50 പൗണ്ട് എനിക്ക് വേണം സർ. പിന്നോട്ടല്ല പോയത്, മുന്നോട്ട് നിൽക്കുന്ന സ്ഥലത്ത് നിന്നും ഒരടി കൂടി ഇദ്ദേഹത്തിനടുത്തോട്ട് മുന്നോട്ട് പോയിക്കൊണ്ട് പറഞ്ഞു, എനിക്ക് ആ പണം വേണം സർ, മാന്യമായിട്ട്. ധർബി പറയുന്നു, ഞാൻ നിരീക്ഷിച്ചപ്പോ അമ്മാവൻ തളർന്നുപോയി. അല്പനേരം ഞാൻ ശ്രദ്ധിച്ചപ്പോ നേരെ പോയിട്ട് ഒന്നും മിണ്ടാതെ ആ പൈസ എടുത്തു കൊടുത്തു. കുറച്ചു നേരം അമ്മാവൻ അവിടെ ഇങ്ങനെ കർത്തവ്യ മൂഢനായിരുന്നു പോയി. എന്താ ഈ ഇത്തരത്തിലുള്ള കഥകളിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രിയപ്പെട്ടവരെ? ജീവിതം ഈ രൂപത്തിലുള്ള സ്ട്രെയിഞ്ച് ആയിട്ടുള്ള ചില അനുഭവങ്ങളിലൂടെയായിരിക്കും കടന്നു പോകുന്നത്. നമുക്കൊരു സ്ഥലത്ത് സ്ഥിരമായി നിൽക്കുവാനുള്ള കഴിവുണ്ടെങ്കിൽ, നമ്മൾ സത്യസന്ധരും നമ്മുടെ ലക്ഷ്യം കൃത്യവുമാണെങ്കിൽ, നമ്മുടെ അടുത്തുള്ള പ്രൊഡക്റ്റ് ലോകത്തിന് നന്മയുള്ളതാണെങ്കിൽ, നമ്മുടെ സർവീസ് കൊണ്ട് ലോകത്തിന് ഗുണമുള്ളതാണെങ്കിൽ, നമ്മൾ പണക്കാരാവാൻ വേറെ എങ്ങും പോകണ്ട. ഉറച്ചിരിക്കുക, ഷാർപ്പൺ ചെയ്യുക. ആര് എന്ത് എന്താ പറയുക കുതന്ത്രങ്ങൾ മെനഞ്ഞാലും മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് ഈ പോയിന്റ് കിട്ടിയോ മൈ ഡിയർ ഫ്രണ്ട്സ്? യെസ് ഓർ നോ? പ്ലീസ് ടൈപ്പ് യെസ് ഓർ നോ. ഈ പോയിന്റ് കിട്ടിയ മഹാഭൂരിപക്ഷം ആളുകളും ഇതൊക്കെ കഥകളാണെന്ന് വിചാരിച്ച് അവഗണിക്കരുത്. ഇതൊന്നും കഥകളല്ല, ഇതൊക്കെ നമ്മുടെ ലൈഫാണിത്. ഭൂരിപക്ഷം ആളുകളും ചെയ്യുന്ന പരിപാടി എന്താണ്? ആദ്യത്തെ ഈ അമ്മാവന്റെ ആട്ട് കേൾക്കുമ്പോ തന്നെ വേഗം വിട്ടുപോയി പറയും, അമ്മ ഇനി മേലാൽ അയാളുടെ അടുത്തോട്ട് എന്നെ വിടരുത്. എന്തൊരു മനുഷ്യനാണ് അയാള്. ഞാനൊന്ന് ചോദിച്ചതേ ഉള്ളൂ. അധികം ആൾക്കാർക്കും ചോദിക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ ഒരു വിചാരം ഉണ്ടാവും. എന്താ വിചാരം? അടി കിട്ടുമോ, പൈസ കിട്ടാൻ പ്രയാസമാണ്. മനസ്സിലായി? അവരുടെ മൈൻഡ് സെറ്റ് അങ്ങനെ, അവർക്ക് പൈസയും കിട്ടൂല. അപ്പൊ ഞാൻ പറയുന്നത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താന്ന് ചോദിക്കുകയാണെങ്കിൽ, ഈ ജീവിതം നമ്മളോട് കാണിക്കുന്ന ഈ രൂപത്തിലുള്ള ഫെയിലിയേഴ്സ് ആവട്ടെ, പ്രശ്നങ്ങളാവട്ടെ, ഇതെല്ലാം പരാജയത്തിന്റെ ലക്ഷണങ്ങളായി നിർത്തിപ്പോകുന്നു. അതിന് കാരണം അവർക്ക് വിൽ പവർ ഇല്ല. ഉറച്ചു നിൽക്കുവാൻ തൻ്റെ പ്രൊഡക്റ്റിൽ, തൻ്റെ കഴിവിൽ, തൻ്റെ സർവീസിൽ, തൻ്റെ മനോഭാവത്തിൽ, തൻ്റെ കാഴ്ചപ്പാടിൽ, തൻ്റെ ഐഡിയയിൽ ഉറച്ചിരിക്കുവാനുള്ള കപ്പാസിറ്റി ഒരു മനുഷ്യൻ ഇല്ലാത്തത് കൊണ്ടാണ് എന്തെങ്കിലും ഒരു ആട്ട് കിട്ടുമ്പോഴേക്കും ഇങ്ങോട്ട് പോകുന്നത്. ഇവിടെ ഈ രണ്ട് അനുഭവങ്ങളും ഡാർബിയക്ക് അനലൈസ് ചെയ്യുവാൻ സാധിച്ചു. ഞാനിപ്പോ ഒരുപാട് ആളുകൾ, 1000-ഓടടുത്ത ആളുകൾ നമ്മുടെ സൂമിൽ ഇന്നലെയും ഇന്നുമായിട്ട് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് എത്ര പേർക്ക് ഇത് അനലൈസ് ചെയ്ത് നമ്മുടെ ലൈഫിലോട്ട് മാറ്റാൻ പറ്റും? എന്നിട്ട് ചിന്തിച്ചുകൊണ്ട് നമ്മുടെ ബോധതലം മാറ്റിയാൽ, നമ്മുടെ കാഴ്ചപ്പാട് മാറ്റിയാൽ നമ്മുടെ അനുഭവങ്ങൾ മാറുമെന്നുള്ള ഒരു സത്യം തിരിച്ചറിയുവാൻ സാധിച്ചു എന്ന് നിങ്ങൾ സ്വയം തിരിച്ചറിയുക പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ. മഹാഭൂരിപക്ഷം ആളുകളും എന്താ ചോദിക്കുകയാണെങ്കിൽ എന്താ പറയാ, വിജയത്തിൽ നിന്നും പരാജയത്തിലോട്ട് പരാജയത്തിൽ നിന്നും വിജയത്തിലോട്ട് മാറാൻ, അല്ലെങ്കിൽ പരാജയത്തിൽ നിന്നും വിജയത്തിലോട്ടോ, വിജയത്തിൽ നിന്നും പരാജയത്തിലോട്ടോ മാറാൻ ഒരു സംഭവം മതിയാവും.
മനസ്സിലായില്ലേ? ഒരൊറ്റ സംഭവം മതിയാവും. ഒരുപക്ഷെ ഒരാളുടെ ഏറ്റവും വലിയ കഴിവ് പതറ്റിക് കണ്ടീഷനിൽ നിന്നും നിങ്ങളോട് ഞാൻ പറയുന്നു, ഹാപ്പി പാർക്കിന്റെ കൂടെ നിങ്ങൾ സഞ്ചരിക്കുക. പ്രത്യേകിച്ച് 10 ദിവസങ്ങളായി നടത്തുന്ന മണി മൈൻഡ് സെറ്റ് പോലുള്ള അതിശക്തമായ പ്രോഗ്രാംസ്, ലോകത്തെല്ലാവരും അതിൽ പങ്കെടുക്കണം. അതിൽ എല്ലാവരും പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് അതിന്റെ ഫീസ് സ്ട്രക്ചറും ഘടനയും അതിന്റെ കാര്യങ്ങളൊക്കെ സുതാര്യമാക്കിയത്, വേറൊന്നും കൊണ്ടുമല്ല. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും, അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നും ഈ ഇത്തരത്തിലുള്ള ക്ലാസ്സുകളിൽ നിന്നും കിട്ടുന്ന ഒരാശയം മതി നമ്മുടെ പരാജയത്തിൽ നിന്നും വിജയത്തിലോട്ട് തിരിച്ചുവിടാൻ. നമ്മളെ വാഹനം പരാജയത്തിലോട്ട് അല്ലെങ്കിൽ നാശത്തിന്റെ പടുകുഴിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെ ഒന്ന് തിരിച്ച് വിജയത്തിലോട്ട് മാറ്റാൻ ഒരുപാട് ആശയങ്ങളുടെ ആവശ്യം ഉണ്ടാവില്ല. ഒരുപക്ഷെ ഒരൊറ്റ ആശയത്തിന്റെ ആവശ്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ തന്നെ അയാളുടെ ജീവിതം മാറി മറിയും. മനസ്സിലായില്ല? പക്ഷെ ആൾക്കാരുടെ പ്രശ്നം പേടിയാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നത്, ഈ ഭയപ്പെടുത്തുന്ന ആൾക്കാരുടെ അടുത്ത് നിന്ന് പിന്മാറുക. നമ്മൾ എന്തിനെയാണ് ഈ ഭയപ്പെടുന്നത്? നമ്മൾ എന്തിനെയാണ് പ്രിയപ്പെട്ടവരെ ഈ ഭയപ്പെടുന്നത്? നമ്മൾ ഭയപ്പെടുന്നത് നമ്മളെ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, ലോകത്ത് ആശയങ്ങളുടെ ദൗർബല്യമല്ല ഉള്ളത്, മനുഷ്യനെ ഭയത്തിൽ നിന്ന് മുക്തമാക്കുന്ന ഒരു എന്താ പറയാ, ഒരു വ്യക്തിയെയാണ് ലോകം കാത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഭയത്തിൽ നിന്ന് മുക്തമാക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ആളുകൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഹാപ്പി പാർക്കിന് നിങ്ങൾക്ക് തന്നെ കൺസിഡർ ചെയ്യാം. മനസ്സിലായില്ലേ? നിങ്ങൾ ഭയത്തിൽ നിന്നും മുക്തരായാൽ, അതേപോലെ തന്നെ ശ്രദ്ധിക്കുവാനുള്ള കഴിവുണ്ടായാൽ, ഉറച്ചിരിക്കുവാനുള്ള കഴിവുണ്ടായാൽ, പരാജയം എന്ന് പറഞ്ഞാൽ അത് വിജയത്തിന്റെ മുന്നോടിയായി നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുവാനുള്ള ഒരു സംഭവമാണ്. അതിനെ ഒരു ചങ്ങാതി ഒരു ഓട്ടം ഓടി, അവിടെ നിന്നും വേറെ ചങ്ങാതി കുറേ അങ്ങോടി, എന്ത് ചെയ്തു? അവിടെ നിന്നു. വേറൊരു ചങ്ങാതി എന്ത് ചെയ്തു? ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, അടികിട്ടി, വീണ്ടും മുന്നോട്ട് പോയി, വീണ്ടും അടിയോടടി വീണ്ടും മുന്നോട്ട് പോയി. വേറൊരു ചങ്ങാതി എന്ത് ചെയ്തു? ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, അടികിട്ടി, അവനവിടെ നിന്നു. എന്നിട്ട് പഠിച്ചു എന്താ അടി കിട്ടാൻ കാരണം. അദ്ദേഹം മനസ്സിലാക്കി ഇതാണ് കാരണം. ഓഹോ, അപ്പോ ഇങ്ങനെ പോയാൽ ഇങ്ങനെയാണല്ലേ, അതിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് പുതിയതായ മുന്നോട്ട് പോയി. അപ്പോഴും കിട്ടി അടി, അപ്പോഴും അയാൾ അവിടെ നിന്നു. എന്താണ് കാരണം? നിർത്തിപ്പോവാനല്ല, ഈ അടിയുടെ കാരണം. അങ്ങനെ അനലൈസ് ചെയ്തു, വീണ്ടും പോയി. അങ്ങനെ പോയപ്പോൾ അടിയുടെ ആഘാതം കുറഞ്ഞു വന്നു, വിജയത്തിലോട്ട് പോയി. നമുക്ക് നിൽക്കുവാൻ ഒരിക്കലും ഓപ്ഷൻ ഇല്ല. അതാ മാർട്ടിൻ ലൂതർ പറഞ്ഞത്, നിങ്ങൾ ഒന്നെങ്കിൽ നടക്കുക, ഓടുക, ഒന്നുമില്ലെങ്കിൽ ഇഴഞ്ഞെങ്കിലും മുന്നോട്ട് പോവുക, ഒരിക്കലും നിൽക്കരുത്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ശ്രദ്ധ ഉണ്ടാവണം. ശ്രദ്ധ ഉണ്ടാകുമ്പോൾ മാത്രമേ എൻ്റെ വിജയത്തിന്റെ നിഗൂഢത കടക്കുന്നത് എവിടെയാണ് എന്ന് ഇഴചേർത്ത് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അങ്ങനെ സാധിക്കുകയാണെങ്കിൽ ഉറപ്പാണ്, ആ രഹസ്യം പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സമ്പന്നനാകുവാൻ സാധിക്കും. ഏതൊരുവൻ ഈ രഹസ്യം കൈപ്പിടിയിൽ ഒതുക്കിയോ അയാൾ പിന്നെ തൊട്ടതെല്ലാം പൊന്നാക്കും. ചില ആൾക്കാർ ചിന്തിക്കും, സാറേ ഈ തൊട്ടതെല്ലാം പൊന്നാക്കും എങ്ങനെ? അതിനാ ഞാൻ പറയുന്നത്, അതിന് നമ്മളെ തന്നെ പരിശീലിക്കുവാൻ സമയമെടുക്കണം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു ഡിഗ്രി പാസ്സാവുന്ന പോലെയല്ല ഒരു PhD, അല്ലെങ്കിൽ ഒരു BA പാസ്സാവുന്ന പോലെയല്ല ഒരു MBBS. MBBSന് അതിൻ്റെതായ കൃത്യമായിട്ടുള്ള ഹാർഡ് വർക്ക് വേണം. അതിൻ്റെതായ പ്രതിസന്ധിയുണ്ട്, പ്രശ്നങ്ങളുണ്ട്, പക്ഷെ അതിൻ്റെതായ ഗുണങ്ങളുണ്ട്. എന്നതുപോലെ ഞാൻ നിങ്ങളോട് കൃത്യമായി പറയുന്നു, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഈ ധനത്തിന്റെ ഈ കാണാ ചരടുകൾ, നിങ്ങളുടെ ഉള്ളിലെ പരാജയത്തിന്റെ കാരണങ്ങളെ കംപ്ലീറ്റ് ഒഴിവാക്കി ഉള്ളിലുള്ള ബ്ലോക്കുകളെ കംപ്ലീറ്റ്ലി മാറ്റുവാൻ അതിനുള്ള ആ രഹസ്യ ഫോർമുലകൾ, ഒരുപക്ഷെ ചില ആൾക്കാർക്ക് ഇതിനോടകം തന്നെ ഒത്തിരി അതിശക്തമായ പോയിന്റ്സുകൾ കിട്ടിക്കാണും. ഇതിനെ വിളക്കിയെടുത്ത് മുന്നോട്ട് പോകുവാനുള്ള നിങ്ങളുടെ കഴിവ്, അങ്ങനെ പോയി ആ ഒരു രഹസ്യം നിങ്ങളെ കൈപ്പിടിയിൽ ഒതുങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും തൊട്ടതെല്ലാം പൊന്നാക്കുവാൻ സാധിക്കും. അസാധ്യമെന്ന വാക്ക് മിണ്ടിപ്പോരും, അത് കഴിയില്ല, ഒക്കത്തില്ല. നമ്മൾ കോട്ടയം ഭാഷയെ പറഞ്ഞ ഒക്കത്തില്ല, ആവത്തില്ല, ചെയ്യത്തില്ല, കാണത്തില്ല, ഈ വാക്ക് നിഘണ്ടുവിൽ വിട്ടുകളയണം. ചില ആൾക്കാർക്ക് എന്ത് കേട്ടാൽ, സാറേ ഈ
മണി മൈൻഡ് സെറ്റിംഗ് എന്ന കോഴ്സ് ഉണ്ട്. അതൊന്നും എനിക്ക് കഴിയില്ല. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉള്ളിൽ ധനം നിറക്കുന്ന ഒരു കുറച്ച് ഫയലുകൾ വാങ്ങി നമ്മുടെ ഉള്ളിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ നമ്മൾ ഒരുക്കമല്ല എങ്കിൽ അതിനർത്ഥം നമ്മൾ എന്തിനാണ് ഒരുക്കം? ഈ നിലവിലുള്ള ക്രൈസിസിലൂടെ ജീവിച്ച് മുന്നോട്ട് പോകുവാനാണ് നമുക്ക് താല്പര്യം. ഇതല്ലേ അതിൻ്റെ അർത്ഥം? ഇതല്ലേ അതിൻ്റെ അർത്ഥം? ഞാൻ വേറെ ഒന്നുകൊണ്ടും പറയുന്നതല്ല. നമുക്ക് മുന്നോട്ട് പോകുവാനുള്ള ശക്തമായ ആശയങ്ങളും ഐഡിയാസും ഇത് നമ്മുടെ ഉള്ളിലോട്ട് സന്നിവേശിപ്പിക്കുവാൻ നമ്മൾ റെഡി അല്ലെങ്കിൽ നമ്മൾ എന്തിനാ റെഡി? ഇപ്പോൾ ഉള്ള അവസ്ഥയിൽ ഇങ്ങനെ മുന്നോട്ട് പോകാൻ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ ഒരാൾ ജീവിതത്തിൽ ഒക്കത്തില്ല, കഴിയത്തില്ല, സാധ്യമല്ല, ഇമ്പോസിബിൾ എന്ന വാക്കുകൾ നമ്മൾ കുരുക്കി കളയുകയാണെങ്കിൽ നമ്മുടെ മൈൻഡ് സെറ്റ് തന്നെ എങ്ങനെയായിരിക്കും? അവർ ഓട്ടോമാറ്റിക്കലി എന്ത് തുടങ്ങിയാലും പരാജയത്തിലോട്ട് പോകും. അത് അത്ഭുതമല്ല. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഈ ഹാപ്പി പാർക്കിന്റെ ക്ലാസ്. നിങ്ങൾക്ക് വിജയിക്കണം എന്ന് ആഗ്രഹമുണ്ടോ? പ്ലീസ് ടൈപ്പ് എസ് ഓർ നോ. നിങ്ങൾക്ക് പണക്കാരനാവാൻ ആഗ്രഹമുണ്ടോ? പക്ഷെ നടക്കുന്നില്ല. കുറേ ശ്രമിച്ചു, ഒക്കെ പരാജയം. പക്ഷെ വിജയിക്കണം സർ, എനിക്ക് വിജയിക്കണം, എനിക്ക് നേടണം, എനിക്ക് ഉന്നതനാവണം, എനിക്ക് എന്താ പറയാ, ഇങ്ങനെ പോയാൽ പോരാ. അങ്ങനെയുള്ള ആളുകൾക്കുള്ള ഒരു ഗൈഡൻസ് സെന്ററാണ് ഹാപ്പി പാർക്ക്. അതല്ലാതെ പരാജയം മാത്രം മൈൻഡ് സെറ്റ് ആക്കി വെച്ച ഒരാൾ അവർ ഈ ക്ലാസ്സിൽ വരികയെന്നില്ല, ക്ലാസ് മുഴുവൻ കേൾക്കുന്നില്ല. അവരാദ്യം തന്നെ പറയും, എന്താ പറയാ, ഓ ഇതൊക്കെ ഇപ്പൊ നടക്കുന്ന കാര്യമാണോ? ഇതൊക്കെ ഇവരുടെ എന്തെങ്കിലും ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് ഇങ്ങനെ പോകുന്ന ആൾക്കാരാണ്, ഇവർക്ക് എന്തെങ്കിലും ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ഉണ്ടാവും. ചില ആൾക്കാരൊക്കെ പറയും, ഇതൊക്കെ നിങ്ങൾ യൂട്യൂബിൽ ഇട്ടാൽ യൂട്യൂബിൽ നിങ്ങൾക്ക് ഒരുപാട് വരുമാനം ഉണ്ടാവില്ലേ? യൂട്യൂബിന് എന്ത് വരുമാനം? ലക്ഷക്കണക്കിന് കാഴ്ചക്കാരുണ്ടായാലും ഒരു 1000-2000 രൂപ പിന്നെ ഏതെങ്കിലും കാലത്ത് കിട്ടുന്നതാണോ വരുമാനം? ചില ആൾക്കാർ വിചാരിക്കുന്നത് എന്താണ്, ഞാൻ ഇപ്പൊ ഈ വീഡിയോ കണ്ടാൽ ഇയാൾ കുറെ പൈസ കിട്ടും. എന്ത് പൈസയാണ് യൂട്യൂബിൽ നിന്ന് കിട്ടുന്നത്? യൂട്യൂബിൽ നിന്നൊക്കെ വരുമാനം കിട്ടുന്ന ആൾക്കാരെ ചോദിച്ചാൽ മതി, എന്താണ് വരുമാനം കിട്ടുന്നത്? നമ്മൾ യൂട്യൂബിന്റെ വരുമാനമോ നിങ്ങളുടെ ലൈക്കോ അതൊന്നും നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. നമ്മൾ ചെയ്യുന്ന ഒറ്റ കാര്യമുള്ളൂ. നമ്മൾ ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് ഇപ്പൊ ഉള്ള അവസ്ഥയിൽ നിന്നും ഉയരുവാനുള്ള എല്ലാ ഫോർമുലാസും നമ്മുടെ കൈവശമുണ്ട്. ആ ഫോർമുലാസിലൂടെ നിങ്ങളെ കടത്തിക്കൊണ്ടുപോയാൽ നിങ്ങൾ മാറുമെന്ന ഉറപ്പ് നമ്മുടെ കയ്യിലുണ്ട്. അത് നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നു. മനസ്സിലായില്ലേ? ഇതിനെ നമ്മൾ നെഗറ്റീവായി കണ്ട് എന്താ പറയാ, ആ രൂപത്തിൽ കാണുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ രൂപത്തിലുള്ള ആൾക്കാരായിരിക്കും. അവർക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. ആ അറിയുന്ന കാര്യങ്ങൾക്ക് അപ്പുറവും ഇപ്പുറവുമുള്ള ഒരു കാര്യവും കേൾക്കുവാനും മനസ്സിലാക്കുവാനും അവർക്കറിയില്ല. അവർ ചെയ്യില്ല അത്. മനസ്സിലായില്ലേ? അവർക്ക് ഓൾറെഡി, അതുകൊണ്ട് ഞാൻ പറയുന്നു, ഓൾറെഡി നമുക്കറിയുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഇത്രയും കാലം ജീവിച്ചു, ഒരു നേട്ടവും ഉണ്ടായില്ല. കോട്ടങ്ങളല്ലാതെ, നഷ്ടങ്ങളല്ലാതെ ഒന്നും ഉണ്ടായില്ല. അപ്പൊ നമുക്കതൊന്ന് മാറ്റിപ്പിടിച്ചൂടെ പ്രിയപ്പെട്ടവരെ? എസ് ഓർ നോ? ഇന്നലെ വരെ നമ്മൾ ചെയ്ത, ഇന്നലെ വരെ ചിന്തിച്ച, ഇന്നലെ വരെ നമ്മുടെ കയ്യിലുള്ള അറിവുകൾ, ഞാൻ മനസ്സിലാക്കിയ ഈ കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ, ഇതിനപ്പുറമൊന്നും ഇല്ല എന്നൊക്കെ ചിന്തിച്ച് നടത്തുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അത് വെച്ച് നടന്നിട്ട് അത്രേ കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് അത് വലിച്ചെറിയുക, പുതിയതെടുക്കുക. മനസ്സിലായില്ല? അതല്ലാതെ തന്റെ കാഴ്ചപ്പാട് മാത്രമാണ് ശരി, ഇതിനപ്പുറമൊന്നും ഇല്ല എന്ന് ചിന്തിക്കുന്ന ആളുകൾ അവരെപ്പോഴും എന്താ പറയാ, ഈ ക്ലാസ്സിൽ അവർ വിശ്വസിക്കില്ല, ട്രഷറിൽ വിശ്വസിക്കില്ല, മണി മൈൻഡ് സെറ്റിൽ വിശ്വസിക്കില്ല, ഇങ്ങനെയുള്ള നല്ല റിച്ച് ആയിട്ടുള്ള പുസ്തകങ്ങൾ വിശ്വസിക്കില്ല. അവർ വിശ്വസിക്കില്ലെന്ന് മാത്രമല്ല, അവർ ജീവിതത്തിൽ മരിക്കുന്നവരെ ഒരിക്കലും ഒരു വിജയിയാകുവാനോ ഒരു കോടീശ്വരനായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഇച്ഛിക്കുന്ന രൂപത്തിലുള്ള സാമ്പത്തിക സ്ഥിതി കണ്ടുകൊണ്ട് അല്ലെങ്കിൽ നല്ലൊരു കുടുംബജീവിതം കണ്ടുകൊണ്ട് സമാധാനമുള്ളൊരു അന്തരീക്ഷം കണ്ടുകൊണ്ട് ഈ കൂട്ടർ ഒരിക്കലും മരിക്കുകയില്ല. കാരണം അവർ അവരുടെ അജ്ഞതയിൽ തളച്ചിട്ടിരിക്കുന്നു. മനസ്സിലായില്ലേ? അവർ അവരുടെ അജ്ഞതയിൽ തളച്ചിട്ടിരിക്കുന്നു. അപ്പൊ ഞാൻ പറയുന്നത്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരുപാട് ആളുകൾക്ക് അറിയില്ല അവരുടെ ഉള്ളിൽ ഈ പറയപ്പെട്ട മാറ്റം കൊണ്ടുവന്നാൽ, അവരുടെ തിങ്കിങ് പാറ്റേണിൽ, ചിന്താഗതിയിൽ, കാഴ്ചപ്പാടിൽ മാറ്റം കൊണ്ടുവന്നാൽ അവരുടെ ജീവിതത്തെ അടിമുടി മാറ്റാമെന്ന സത്യം ഭൂരിപക്ഷം ആൾക്കാർക്കും അറിയില്ല. മഹാഭൂരിപക്ഷം ആൾക്കാരും എന്താ പറയാ, പാവങ്ങളായിട്ടും പരാജയപ്പെട്ടവരായിട്ടും അവസരം കാണാത്തവരായിട്ടും സാധാരണക്കാരായിട്ടും ഒക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുവാനുള്ള കാരണം അവരുടെ ഉള്ളിൽ അവർ പുതിയ കാര്യങ്ങൾ കേൾക്കാതെ, പുതിയ കാര്യങ്ങൾ ഇൻസേർട്ട് ചെയ്യാതെ, നിലവിലുള്ളതിനെ തന്നെ
ഓട്ടി 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 മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. മനസ്സിലായില്ലേ? ഒരു ചൈനക്കാരനോട് ചോദിച്ചു, അമേരിക്കയിലെത്തി. അമേരിക്ക സമൃദ്ധിയുടെ നാടാണ്, എല്ലാ അവസരങ്ങളും അവിടെ ഉണ്ട്, ഒത്തിരി ഉണ്ട്. അപ്പൊ ഈ ചൈനക്കാരൻ പറയാണ്, അമേരിക്കക്കാരെ കണ്ണുകളൊക്കെ ഇങ്ങനെ താഴോട്ടാണ്, അങ്ങനെ ഒരു പ്രശ്നം അമേരിക്കക്കാർക്കുണ്ട്. ഇയാൾ എങ്ങോട്ടായി നോക്കിയത്? അപ്പൊ ഇയാൾക്ക് അറിയുന്നതാണ് കണ്ണുകളൊക്കെ മേപ്പോട്ടായിരിക്കണം, ഇങ്ങനെയൊക്കെ ആയിരിക്കണം എന്ന് അയാൾക്ക് അറിയാം. അപ്പൊ അയാൾക്ക് അറിയുന്നത് വ്യത്യസ്തമായിട്ട് ഇവരിൽ കണ്ടപ്പോൾ ഇയാൾക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല, അമേരിക്കക്കാർ ശരിയല്ല. ഇതെന്താന്ന് ചോദിക്കുകയാണെങ്കിൽ ഓരോരുത്തരുടെയും കാഴ്ചപ്പാട് എന്താന്ന് ചോദിക്കുകയാണെങ്കിൽ ആ വിശ്വാസത്തിനും കാഴ്ചപ്പാടിനും എതിരായിട്ട് ഒരു കാര്യത്തെയും ഉൾക്കൊള്ളുവാൻ സാധിക്കാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാം ഈ പറയപ്പെട്ട പുതിയതിനെ സ്വീകരിക്കില്ല. എത്ര പതറ്റിക് കണ്ടീഷനിൽ നിന്നും ഒരാൾക്ക് അയാളുടെ കാഴ്ചപ്പാട് മാറ്റി പുതിയ ആശയങ്ങൾ കിട്ടി ശ്രദ്ധയോടുകൂടി ആശയത്തിന്റെ പിന്നാലെ പോകുമ്പോൾ അയാൾക്ക് ഓട്ടോമാറ്റിക്കലി വഴികൾ തുറന്നു കിട്ടുമെന്ന സത്യം അംഗീകരിക്കുവാൻ അവർ റെഡിയല്ല. കാരണം ഒരാൾക്ക് അയാളുടെ ബോധതലം ഉയർത്തിക്കഴിഞ്ഞാൽ ജീവിതം മാറ്റാൻ സാധ്യമാണ്. നിങ്ങൾ യഥാർത്ഥത്തിൽ സത്യസന്ധമായി ആഗ്രഹിക്കുന്നുവെങ്കിൽ സമയമെടുത്താണെങ്കിലും നിങ്ങൾ ഇന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച ഒരു കാര്യം ഇന്ന് ആഗ്രഹിച്ച് നാളെ കിട്ടുമെന്നല്ല ഞാൻ പറയുന്നത്. ശാസ്ത്രീയമായ വഴിയിലൂടെ പോവുകയാണെങ്കിൽ വളരെ കുറഞ്ഞ കാലത്തിനുള്ളിൽ അതിലോട്ട് നയിക്കപ്പെടുന്ന ഒരു അമാനുഷികമായ ശക്തി അല്ലെങ്കിൽ ഒരു അദൃശ്യമായ ശക്തി നമ്മൾ അതിലോട്ട് വലിച്ചടിപ്പിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പൊ നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മുടെ ജീവിതത്തിന്റെ ക്രിയേറ്റർ നമ്മൾ തന്നെയാണ്. എപ്പോ നമ്മുടെ ചിന്തകളെ മാനേജ് ചെയ്യുവാനുള്ള കഴിവ് നമ്മുടെ കയ്യിലാകുമ്പോൾ, നമ്മുടെ ചിന്തകളുടെ കടിഞ്ഞാൺ, നമ്മുടെ കാഴ്ചപ്പാടിന്റെ കടിഞ്ഞാൺ നമ്മുടെ കൈവശമുണ്ടാകുമ്പോൾ നമ്മുടെ വിധി നിർണയിക്കുന്നത് നമ്മളാണ്. നമ്മുടെ ചിന്തയുടെ കടിഞ്ഞാൺ നമ്മുടെ കയ്യിലുണ്ടാകുന്നിടത്തോളം കാലം, ഞാൻ ചോദിക്കട്ടെ, ഈ പറഞ്ഞത് അല്ലെങ്കിൽ ഒരുത്തന്റെ വിധിയുടെ കടിഞ്ഞാൺ അവന്റെ കയ്യിലാണോ ഇപ്പൊ? ഒരുത്തന്റെ ചിന്തയുടെ കടിഞ്ഞാൺ അവന്റെ കയ്യിലാണോ ഭൂരിപക്ഷം ആൾക്കാരുടെയും കയ്യിലുള്ളത്? ഒന്ന് ടൈപ്പ് ചെയ്ത്. ഇപ്പൊ എന്റെ ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, നിങ്ങൾ ഒത്തിരി ആൾക്കാരുണ്ട്, നിങ്ങൾ ഒരുപാട് ആൾക്കാരെ കാണുന്നുണ്ട്. ഓരോരുത്തരുടെയും നിയന്ത്രണത്തിലാണോ അവന്റെ ചിന്തയുടെ കടിഞ്ഞാണ്? പ്ലീസ് ടൈപ്പ് എസ് ഓർ നോ. അല്ല. അപ്പൊ അവന്റെ വിധി നിർണയിക്കുന്നത് അവനല്ല, അവന്റെ കയ്യിലില്ല. അതാ വില്യം ഏണസ്റ്റ് അദ്ദേഹം പറയുന്ന ഒരു വേർഡ് ഉണ്ട്, ഒരു സത്യസന്ധമായ ഒരു വേർഡ്. എന്താണ്? നിന്റെ ജീവിതത്തിന്റെ അധികാരി നീ തന്നെ. കാരണം നിന്റെ ചിന്തകളെ നിയന്ത്രിക്കുവാനുള്ള അധികാരം നിന്റെ കയ്യിലാണ്. അതിന്റെ കാപ്പബിൾ ആണ് നിങ്ങൾ, അതിന് നീ കാപ്പബിൾ ആണ്. നീ പരിശീലിച്ചു കഴിഞ്ഞാൽ നിന്റെ ചിന്തയുടെ കടിഞ്ഞാൺ ഏറ്റെടുക്കുവാൻ നിനക്ക് പറ്റും. അതിനർത്ഥം നിന്റെ ജീവിതത്തിന്റെ അധികാരി നീ തന്നെ. മനസ്സിലായില്ലേ? എന്താണ് ആ മഹാന്റെ ആ വേർഡ്? നിന്റെ ചിന്തയുടെ കടിഞ്ഞാൺ നിന്റെ കയ്യിലാകുമ്പോൾ, അദ്ദേഹം പറയാണ്, വില്യം ബേർഡ്സ്, കാരണം നിന്റെ ചിന്തയുടെ കടിഞ്ഞാൺ, ബോധപൂർവം നിന്റെ ചിന്തയുടെ കടിഞ്ഞാൺ നിന്റെ ഉള്ളിലാകുമ്പോൾ നീ കുറെ കാലം ചിന്തിക്കുന്ന കാര്യങ്ങൾ, ചിന്തിച്ചുകൊണ്ട് നടക്കുന്ന കാര്യങ്ങൾ ഒരു ഗാന്ധമായിട്ട് മാറും. നീ കുറെ കാലം ഒരു ബോധവുമില്ലാതെ നെഗറ്റീവായ കാര്യങ്ങളെയാണ് ഇങ്ങനെ ചിന്തിച്ച് നടക്കുന്നതെങ്കിൽ ആ നെഗറ്റീവായ ഒരു ഗാന്ധമായി നിന്റെ ചിന്ത മാറും, നിന്റെ മനസ്സ് മാറും, നിന്റെ അകത്തെ ലോകം മാറും. നീ പോസിറ്റീവായ, അതിനാണ് ട്രെയിനിങ്. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ ദൈവം എല്ലാം തുറന്നു തന്നിരിക്കുകയാണ്. ഞാനൊക്കെ ആലോചിക്കാറുണ്ട്, 10-20 വർഷം മുമ്പ് ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സിനെ ഒന്ന് പുതുക്കി പണിയാൻ, നമ്മുടെ മനസ്സിനെ കംപ്ലീറ്റ്ലി ഒന്ന് അഴിച്ചു പണിയാൻ ഒരു ട്രെയിനിങ്ങിന് സാധ്യമാകുമോ? ഇല്ലേ? പ്ലീസ് ടൈപ്പ് എസ് ഓർ നോ. പ്ലീസ് ടൈപ്പ് എസ് ഓർ നോ. ഒന്ന് ടൈപ്പ് ചെയ്തേ. പ്ലീസ് ടൈപ്പ് എസ് ഓർ നോ. പ്ലീസ് ടൈപ്പ്. ആരും ടൈപ്പ് ചെയ്യുന്നില്ല. ഓക്കെ, ഒത്തിരി ആൾക്കാർ. സാധ്യമാണ്. മനസ്സിലായില്ലേ? കാരണം നമ്മളുടെ മനസ്സിപ്പോൾ ഒരു പ്രത്യേകമായ ഗാന്ധത്തിൽ ഒട്ടിയിരിക്കുകയാണ്. ആ ഗാന്ധം നമുക്ക് ആവശ്യമായ രൂപത്തിലുള്ള ഒരു ഗാന്ധമായിട്ട് നമ്മുടെ മനസ്സ് മാറിയിട്ടുണ്ടെങ്കിൽ വളരെ നല്ലത്, സ്വാഗതാർഹം, സന്തോഷം. അതല്ല, ദുരന്തങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളുമായ രൂപത്തിൽ അങ്ങനെ ഒരു ഗാന്ധമാണ്
നമ്മളെങ്കിൽ. അപ്പോ നമ്മുടെ സാഹചര്യങ്ങൾ, നമ്മുടെ അനുഭവങ്ങൾ, നമ്മുടെ ജീവിത രീതി, ഇതെല്ലാം ഏത് രൂപത്തിലുള്ള ഒരു കാന്തമാണ് നമ്മുടെ മനസ്സായി മാറിയത്, അതിന്റെ ബേസിലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഒരു കോടീശ്വരനാകുവാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ ചോദിക്കുകയാണെങ്കിൽ, നമ്മുടെ ഉള്ളിൽ പണബോധത്തിന്റെ ഒരു ഗാന്ധം ഉണ്ടാക്കണം. ഞാൻ പലരോടും പറയാറുണ്ട്, നിങ്ങൾക്ക് റിച്ച്നെസ് ഫീൽ ചെയ്യുന്ന സ്ഥലത്തോട്ട് പോകണം. നല്ല വൈബ്രേഷൻ ഉള്ള, ഇടയ്ക്ക് ദുബായ് സന്ദർശിക്കുക, മലേഷ്യ സന്ദർശിക്കുക, സിംഗപ്പൂർ സന്ദർശിക്കുക. സാറേ, അതിനൊന്നും എൻ്റെ കയ്യിൽ പണമില്ല, ചിന്തിക്കാൻ പോലും വയ്യ. അതുകൊണ്ടാണ് പണം വരാത്തത്. എനിക്ക് അങ്ങോട്ടൊക്കെ പോകണമെന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. മനസ്സിന് ആദ്യം തന്നെ കൊട്ടിയിറങ്ങും. ഈ ട്രഷറിന്റെ ഭാഗമായിട്ട് ഈ റിച്ച്നെസ് നമ്മൾ എന്താണ് ട്രഷറിൽ പഠിപ്പിക്കുന്നത്? ജീവിതത്തെ സമൂലമായ മാറ്റമാണ്. അതുകൊണ്ട് നമ്മൾ ഈ മാസം തന്നെ ട്രഷറിന്റെ കഴിഞ്ഞ ബാച്ചിലെ ആൾക്കാരെയും കൊണ്ട് നമ്മൾ പോവാണ്, മലേഷ്യയിലോട്ട് പോവാണ്. ആഘോഷിക്കാൻ വേണ്ടി, വിജയം ആഹ്ലാദിക്കാൻ വേണ്ടി, ഹൈ വൈബ് കാണാൻ വേണ്ടി, റിച്ച് കാണാൻ വേണ്ടി. കഴിഞ്ഞ പ്രാവശ്യം ദുബായിലോട്ട് പോയി, ബുർജ് ഖലീഫിന്റെ മുകളിലും മുകളിൽ കയറി റിച്ച്നെസ് അനുഭവിച്ചു. ഈ റിച്ച്നെസ് അനുഭവിക്കുമ്പോഴാണ് പതുക്കെ പതുക്കെ നമ്മുടെ ബോധം ഈ റിച്ച്നെസ്സിലോട് ഷിഫ്റ്റ് ചെയ്യുക. അങ്ങനെ റിച്ച്നെസ്സിലോട് നമ്മുടെ ബോധം ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും പ്രിയപ്പെട്ടവരെ? ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇല്ലാത്ത കഴിവുകളൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് വരാൻ തുടങ്ങും. ഇപ്പം നമ്മുടെ ബോധം പൂർണ്ണസിലാണെങ്കിൽ, പ്രതിസന്ധിയിലാണെങ്കിൽ, പ്രയാസത്തിലാണെങ്കിൽ, അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള കഴിവുകളൊക്കെ മങ്ങി മങ്ങി മങ്ങിപ്പോകും. നേരെ മറിച്ച് നമ്മുടെ ബോധം, അതിനാണ് ട്രഷർ കോഴ്സും EFTയും ഈ പറയപ്പെട്ട കാര്യങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിക്ക് അവരുടെ ബോധം പണബോധത്തിലോട്ട് മാറും. അപ്പൊ ഒരു ഗാന്ധമായിട്ട് ഇത് മാറും. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരു മനുഷ്യനും ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടില്ലെങ്കിൽ, അതായത് ഇതൊക്കെ പറഞ്ഞിട്ടും എൻ്റെ ഉള്ളിൽ ഇതൊരു ഗാന്ധമാണ്, ഒരു ഗാന്ധമായി മാറിയിരിക്കുക. ചില ആൾക്കാരുടെ ഉള്ളിൽ ഗാന്ധമായി മാറിയിരിക്കുന്നത് അൺസർട്ടനിറ്റിയാ. എന്താ വേണ്ട പുള്ളിക്കാരൻ അറിയില്ല. രാവിലെ ഒരു കാര്യം ചിന്തിക്കും, ദോശ വേണം, കുറച്ച് കഴിഞ്ഞാൽ ഉപ്പുമാവ് വേണം, കുറച്ച് കഴിഞ്ഞാൽ പുട്ട്. എന്താ വേണ്ടത്? ഒരു പിടുത്തു. അപ്പൊ അയാളുടെ മനസ്സ് ആ രൂപത്തിൽ, ഒരു പിടുത്തമില്ലാത്ത രൂപത്തിൽ ഗാന്ധമായി മാറും. അപ്പൊ അയാൾക്ക് ഒരു പിടുത്തമില്ലാത്ത കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായ പ്രിയപ്പെട്ടവരെ, ഇതൊന്നും മനസ്സിലാവാത്ത ആൾക്കാരൊക്കെ എന്ത് ചെയ്തു? ഇതൊക്കെ അവഗണിക്കും. പിന്നെ ചില ആൾക്കാർ ചിന്തിക്കും, ഇതൊക്കെ ഫിലോസഫിയാണ്, ഇതൊക്കെ തത്വശാസ്ത്രമാണ്. മനസ്സിലായില്ലേ? ഇതൊക്കെ ആശയങ്ങൾ ഇങ്ങനെ പറയാന്നല്ലാതെ ഇതൊക്കെ പ്രാക്ടിക്കൽ വൽക്കരിക്കാൻ പറ്റൂ? ഇതൊക്കെ പറയുന്ന ആൾക്കാർ ദാരിദ്ര്യത്തിലും പ്രശ്നത്തിലും പ്രതിസന്ധിയും തന്നെ ജീവിക്കും. കാരണം അവരുടെ ഉള്ളിലുള്ള കാന്തം അങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത്. മനസ്സിലായില്ലേ? ഏറ്റവും ഗൗരവമായിട്ടുള്ള കാര്യമാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയുന്നത്, ഈ നെപ്പോളിയൻ ഹിൽ 500ഓളം ആളുകളുടെ ജീവിതത്തിലൂടെ കടന്നുപോയി. ഒരു ഒറ്റപ്പെട്ട ഒരു അനുഭവമായിട്ടല്ല ഞാൻ ഈ പറയുന്നത്. ഇവർക്കെല്ലാം അവരുടെ മനസ്സിനെ ഗാന്ധമാക്കി മാറ്റുവാനുള്ള പ്രത്യേകമായ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. ഒരാൾക്കും അതില്ലാത്തതില്ല. മനസ്സിലായില്ലേ? ഈ പറയപ്പെട്ടതൊക്കെ ഇവരെല്ലാം ഒരുപോലെ ഉപയോഗിച്ചിരുന്നു. അവരുടെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് വളരെ മോശമായിരുന്നു. അവർക്ക് കുടുംബത്തിൽ ഒരു സപ്പോർട്ടും ഉണ്ടായിരുന്നില്ല. അവർക്ക് പണമുണ്ടായിരുന്നില്ല. എന്നിട്ടും അവർ ബില്യനെയറും മില്യനെയറുമായി മാറി. അതുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, നമുക്കും ഇത് മാറാൻ, ഇങ്ങനെ ആയിത്തീരാൻ സാധിക്കുമെന്നൊരു ഒരു 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 പ്രതീക്ഷ നിങ്ങൾക്കിപ്പോൾ ലഭിച്ചോ ഇല്ലേ? പ്ലീസ് ടൈപ്പ് എസ് ഓർ നോ. പ്ലീസ് ടൈപ്പ് എസ് ഓർ നോ. ഈ വരികൾക്കിടയിൽ നിന്ന് നിങ്ങൾക്ക് മാറുവാൻ ആവശ്യമായ ആശയങ്ങൾ ലഭിച്ചോ ഇല്ലേ? അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, ഇനി എങ്ങനെയാണ് ആരോഗ്യത്തോടുകൂടി നമ്മൾ ഒരു വിഷയത്തെ സമീപിക്കേണ്ടത്, ആഗ്രഹിക്കേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട കാര്യം നമുക്ക് നാളെ ചർച്ച ചെയ്യാം. ഇന്ന് നിങ്ങൾ പഠിക്കേണ്ട കാര്യം എന്താ ചോദിക്കുകയാണെങ്കിൽ, നിങ്ങൾ മാറുവാൻ സാധ്യമാണെന്ന് വിശ്വസിക്കുക. ഒന്നും. രണ്ടാമത്തെ കാര്യം എന്താ ചോദിക്കുകയാണെങ്കിൽ, പരാജയത്തിലാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുക. അപ്പോഴാണ് ഈ മൈനറെ മറ്റേ ആക്രി കച്ചവടക്കാരൻ വിളിച്ചതുപോലെ തൊട്ടടുത്തുള്ള 3 അടി അകലത്തിലുള്ള ഈ ഒരു സമൃദ്ധി കാണുവാൻ സാധിക്കും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ലോ ഓഫ് പൊളാരിറ്റി. ഒരു പ്രതിസന്ധിയും ഒറ്റയ്ക്ക് നിൽക്കുന്നില്ല. അതിൻ്റെ കൂടെ മഹത്തരമായ
ഒരു അവസരം കൂടെ ഉണ്ടാവും. ഒരവസരവും ഒറ്റയ്ക്ക് നിൽക്കുന്നില്ല. അതിന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ, ശ്രദ്ധ കയ്യിൽ നിന്ന് പോയാൽ ഈ അവസരം നേരെ ഉൾട്ടായിട്ട് വരും. മനസ്സിലായില്ലേ? നരകമില്ലാതെ സ്വർഗമില്ല. സ്വർഗത്തിന്റെ നേരെ താഴെ നരകമാണ്, നരകത്തിന്റെ നേരെ താഴെ സ്വർഗമാണ്. ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ സ്വർഗത്തിൽ നിന്ന് നരകത്തിലോട് പോകും. കുറച്ച് ബുദ്ധി ഉപയോഗിച്ചാൽ ഇതിനെ നേരെ മുകളിൽ സ്വർഗമാണല്ലോ, അതിലോട്ട് എങ്ങനെ പോകാമെന്ന് ചിന്തിക്കുകയാണെങ്കിൽ നരകത്തിലുള്ള ഒരാൾക്ക് സ്വർഗത്തിലോ പോകാൻ പറ്റും. ഇത് നിങ്ങൾക്കൊരു പ്രതീക്ഷ നൽകുന്നില്ല പ്രിയപ്പെട്ടവര്? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നാളെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. അതേപോലെ ഞാൻ എപ്പോഴും പറയുന്നത്, നമ്മുടെ കയ്യിലുള്ള ഇത്തരത്തിലുള്ള അമൂല്യമായ കാര്യങ്ങൾ ഇത് പ്രൊമോട്ട് ചെയ്യാതെ ഇതിനെക്കുറിച്ച് മിണ്ടാണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് സമൂഹത്തിനോട് ചെയ്യുന്ന ഒരു ദ്രോഹമാണ്. അതുകൊണ്ട് ഒരു കാര്യം കൂടി ഞാൻ പറയുന്നു. ഈ വരുന്ന 9-ാം തീയതി, അടുത്ത ബുധനാഴ്ച, നമ്മൾ 10 ദിവസത്തെ ഒരു വർക്ക്ഷോപ്പ് തന്നെ ഞാൻ ഇന്നലെ ഫീഡ്ബാക്ക് ഒക്കെ പറയിച്ചിരുന്നു, നടത്തുന്നുണ്ട്. താല്പര്യമുള്ള ആളുകളല്ല, എല്ലാവരും, അതിൽ പങ്കെടുക്കാത്ത ആൾക്കാർ മുഴുവനും ആ പ്രോഗ്രാമിൽ ഒന്ന് പങ്കെടുക്കുക. എന്നിട്ട് ഈ പണക്കാരുടെ ഉള്ളിൽ ഉള്ളതും പാവപ്പെട്ടവരുടെ ഉള്ളിൽ ഇല്ലാത്തതുമായ കുറേ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ കേട്ടു പോവുക മാത്രമല്ല, അത് ചില പ്രത്യേക ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിലോട്ട് അത് ഇൻസേർട്ട് കൂടി ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഈ മണി മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ അതൊന്ന് അനുഭവിക്കുക. മനസ്സിലായില്ലേ? അറിവ് മാത്രം ഉണ്ടായാൽ പോരാ, അനുഭവം കൂടി ഉണ്ടാവണം. മൈ ഡിയർ ഫ്രണ്ട്സ്, 1-2 ആൾക്ക് വേണമെങ്കിൽ സംസാരിക്കാം. ഹാപ്പി പാർക്കിന്റെ ട്രഷറിലും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ 1-2 ആൾക്കാർക്ക് എന്താ പറയാ സംസാരിക്കാം. ഞാൻ പറഞ്ഞതൊക്കെ സത്യമല്ലേ പ്രിയപ്പെട്ടവരെ? ഇന്നലെ സംസാരിക്കാത്ത ആൾക്കാർ സംസാരിച്ചോളൂ. പുതിയ ആളുകൾ, മണി മൈൻഡ് സെറ്റും ട്രഷറും ഇതൊക്കെ ഞാൻ പറഞ്ഞത് സത്യമല്ലേ മൈ ഡിയർ ഫ്രണ്ട്സ്? യെസ് ഓർ നോ? ഒരാൾ സംസാരിച്ച്, ആരാണ് സംസാരിക്കുന്നത്? ഒരാൾ സംസാരിക്കുകയാണെങ്കിൽ അയാൾക്ക് മൈക്കോൺ ആക്കി തരാം. സംസാരിച്ചോളൂ. ഹലോ, സംസാരിച്ചോട്ടെ സാർ? സംസാരിക്കൂ. മണി മൈൻഡ് സെറ്റിലാണ് ഞാൻ ജോയിൻ ചെയ്തത്. എന്താ വെച്ചാൽ ഞാൻ സാമ്പത്തികമായിട്ടില്ല, എന്റെ കുടുംബപരമായിട്ട് ഒരുപാട് കാലമായിട്ട് ഞങ്ങള് ഒന്നുമില്ലാത്തൊരവസ്ഥയിലായിരുന്നു. ഒരു ബുദ്ധി പോലും ഇല്ലാത്തൊരു സാഹചര്യമാണ്. അതായത് വീട്ടിലുള്ളവർക്കാർക്കും വിദ്യാഭ്യാസം വളരെ കുറവാണ്. ഞാൻ മാത്രമാണ് എൻ്റെ വീട്ടില്. ഇപ്പം ഞാൻ വലുതൊന്നുമല്ല, എങ്കിലും ഞാനൊരു അംഗൻവാടിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നുണ്ട്, നമുക്ക് എന്താണ് സാമ്പത്തികമായിട്ട് ഉയരാത്തെ? എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പടുകുഴിയിൽ കിടക്കുന്നത്? നമുക്ക് ഇതിനൊരു മോചനം കിട്ടണ്ടേ എന്നൊക്കെ വിചാരിച്ച് ഒരുപാട് സമയം ഞാൻ ചിന്തിക്കാറുണ്ട്. പക്ഷെ നമുക്ക് ഏത് സ്ഥലത്തിൽ നമ്മൾ ചിന്തിച്ചിട്ട് നമുക്ക് ഒരു വഴി നമുക്ക് ഇതുവരെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ യൂട്യൂബില് പല ഇതുപോലെ മൈൻഡ് സെറ്റിലുള്ള കുറെ കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. എങ്കിലും അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മുടെ ജീവിതത്തിന് നമ്മളെ എങ്ങനെ നമുക്ക് ഉയർത്തിയെടുക്കാൻ പറ്റും, നമ്മുടെ സമൂഹത്തിനെ എങ്ങനെ നമുക്ക് കൊണ്ട് നടക്കാൻ പറ്റും, നല്ല രീതിയിൽ നമുക്ക് കാണാൻ പറ്റും, മറ്റുള്ളവർ നമ്മളെ എങ്ങനെ കാണും എന്നുള്ളത് പോലും ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ അത്രയും ബാക്ക്വേർഡ് ആണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സാറിന്റെ ഈ ഒരു ക്ലാസ് ഞാൻ കേട്ടത്. ഇത് ഫസ്റ്റ് കേട്ടപ്പോൾ ഞാൻ പിന്നെ അവോയ്ഡ് ചെയ്തു. പിന്നീട് ഞാൻ വിചാരിച്ചല്ല, ഇതെന്തെങ്ങനെ കേട്ടാ എങ്ങനെയാണ് എന്ന് വിചാരിച്ചപ്പോ വളരെ സന്തോഷം. ഇത് ഓരോ ദിവസം കേൾക്കും തോറും നമുക്ക് എനർജി കൂടി വരികയാണ്. സാമ്പത്തികമായിട്ടല്ലെങ്കിലും നമ്മുടെ കുടുംബപരമായിട്ട് ഉള്ള ഒരുപാട് അസ്വസ്ഥതകൾ, പ്രശ്നങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. പിന്നെ തന്നെയല്ല, നമുക്ക് എങ്ങനെയാണ് സാമ്പത്തികമായിട്ട് ഉയരാൻ പറ്റുക എന്നുള്ളത് ഇതിൽ നിന്ന് വളരെ 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 ഡീപ്പായിട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് എങ്ങനെ നമ്മൾ ഈ സമൂഹത്തിനെയും കൂടി നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റും എന്നുള്ള ഒരു മൈൻഡ് കൂടി നമ്മുടെ മനസ്സിൽ വന്നു. പിന്നെ തന്നെയല്ല, എനിക്ക് കുറച്ച് നാളല്ല, കൊല്ലങ്ങളായി എൻ്റെ ബ്രെയിനില് ഒരു പഴുപ്പാണെന്ന് തോന്നുന്നു. കുറേ കാലമായി ചെവിയിൽ നിന്നിട്ട് നിലയ്ക്കാതെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഞാനിത് ആരോടും പറഞ്ഞില്ല എന്ന് പറയുന്നത്, ഇത് പറഞ്ഞു കഴിഞ്ഞ സാമ്പത്തികം, അതായത് എൻ്റെ അനുജത്തിക്ക് 12 വർഷമായിട്ട് ചികിത്സിച്ച് അവൾക്ക് മാറാത്ത, അവള് 2016 മരിച്ചു. അങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പൊ സാമ്പത്തികം മൊത്തം ഇല്ലാണ്ടായി. ഞങ്ങളാകെ തയ്യം പറഞ്ഞ ഒരു അവസ്ഥയിലായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഇതിൽ വന്ന് പെടുന്നത്. അപ്പൊ ഇത് കേട്ട് ഈ എക്സസൈസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോ വർഷങ്ങളായിട്ട് എൻ്റെ ഈ ചെവിയിൽ നിന്ന് വരുന്ന ഈ പഴുപ്പൊക്കെ പോയി. ഞാനിപ്പോ ഓൾറെഡി നോർമലാണ്. വളരെ സന്തോഷമാണ് എനിക്കിപ്പോ.
എനിക്ക് സാമ്പത്തികത്തിനേക്കാളും കൂടുതൽ എൻ്റെ ആരോഗ്യപരമായി ഞാൻ ഉയർന്നു. ഒരുപാട് എനിക്ക് വ്യത്യാസം വന്നു. ഞാൻ മരണം മരണം വരെ, അതായത് മരണം നമുക്ക് ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നുവെച്ചാൽ അത്രയും നല്ലൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു മെഡിറ്റേഷനും ഓരോരോ ക്ലാസ്സുകളും കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇത്രയും വലിയൊരു ഡീപ്പായിട്ടുള്ള ഇത്രയും വലിയൊരു എന്താ പറയാ അബഡൻസ് നമുക്ക് കിട്ടിയതിന് സാറിനോട് ഞാൻ വളരെയധികം നന്ദി പറയുന്നു. ഈ പ്രപഞ്ച ശക്തിയോട് ഞാൻ നന്ദിയുള്ളതായിട്ട് പറയുന്നു. താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു. വളരെ മനസ്സിന്റെ അടിത്തട്ടിൽ നിന്നുള്ള സത്യസന്ധമായ വാക്കുകൾ. തീർച്ചയായിട്ടും അങ്ങനെയുള്ള വാക്കുകളൊക്കെ പറയുന്ന ആളുകൾ തന്നെ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. കാരണം അവർ സത്യസന്ധരാണ്, അവർ നിഷ്കളങ്കരാണ്. മനസ്സിലായില്ലേ? നമ്മൾ അങ്ങനെയാണ് നമ്മുടെ ഉള്ളിലുള്ള ഈ ഗ്രാറ്റിറ്റ്യൂഡും ഈ സ്നേഹവും ഒക്കെ നമ്മൾ പ്രകടിപ്പിക്കുകയും അങ്ങനെയുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടാകുമ്പോൾ നോക്കൂ, നിങ്ങൾ ഞാൻ ഒരു കാര്യം ഉറപ്പാണ്, ഈ ട്രഷറും ഇതൊക്കെ പങ്കെടുക്കുന്ന ഒരാൾ ഒരു 5 വർഷം കഴിഞ്ഞാൽ അയാളുടെ ലൈഫിലുണ്ടാവുന്ന പുരോഗതി ഒരു സാധാരണ ഒരു മോട്ടിവേഷൻ ക്ലാസ് പോലെ അല്ല ഇത്. മനസ്സിലായില്ലേ? സാധാരണ നമ്മളൊരു ലോക്കൽ ക്ലാസ് കേൾക്കും പോലെ അല്ല ഇത്. അത്രയും റിച്ചാണ് ഇതിന്റെ കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇന്നലെ ട്രഷറിൽ പങ്കെടുത്ത ആരെങ്കിലും ഉണ്ടോ? ഇന്നലെ ലൈവിൽ പങ്കെടുത്ത ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഇന്നലെ എനിവൺ? സാറേ, എങ്ങനെ ഉണ്ടായിരുന്നു സെഷൻസ്? നല്ല ക്ലാസ് ആയിരുന്നു. പിന്നെ നമ്മൾ കാര്യമായിട്ട് വേണ്ടത് നമുക്ക് കിട്ടുന്ന റിസൾട്ട് നമ്മളിങ്ങനെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നാല് മറ്റുള്ളവർക്കും കൂടി അതൊരു സന്തോഷമായി കിട്ടും. കാരണം അവർക്ക് മനസ്സിലാവും നമ്മൾ ഇതിനകത്ത് നിന്ന് കഴിഞ്ഞാൽ നമ്മളും രക്ഷപ്പെടും എന്നുള്ളത് മനസ്സിലാവും. അതുകൊണ്ട് എല്ലാവരും നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കണം. അതാണ് കാര്യമായിട്ട് എനിക്ക് പറയാനുള്ളത്. രക്ഷപ്പെടാൻ എല്ലാവർക്കും സാധ്യമാണ് എന്ന് നിങ്ങൾക്ക് അടിയുറച്ച വിശ്വാസം ഉണ്ടായില്ലേ? എന്തെങ്കിലും ഡൗട്ട് ഇപ്പൊ ആ വിഷയത്തിലുണ്ടോ? ആയിഷ, എല്ലാവർക്കും രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് അടിയുറച്ച വിശ്വാസം ഉണ്ടായോ? പ്ലീസ്. വിശ്വാസമുണ്ട്. എല്ലാവർക്കും രക്ഷപ്പെടണം എന്നാണ് ചിന്തിക്കുന്നത്. അതിന് നമുക്ക് കിട്ടുന്ന റിസൾട്ടുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആദ്യമായിട്ട് വന്നോലിക്കെല്ലാം ഇതൊരു സന്തോഷമായി കിട്ടും. പിന്നെ ഇതിൻ്റെ അകത്തുനിന്ന് പോകാൻ കഴിയൂല, എല്ലാറ്റിലും ഒന്ന് കയറട്ടെ എന്ന് തോന്നുന്നു. അതിനുള്ള വഴികൾ തുറന്നു കിട്ടും. ഈ മെഡിറ്റേഷൻ ക്ലാസ്സിൽ നിന്നാൽ തന്നെ നമുക്ക് മറ്റുള്ള വഴികളെല്ലാം തുറന്നു കിട്ടും. അങ്ങനെയാണ് നമ്മളെല്ലാം ഈ ട്രഷറിൽ വരെ എത്തിയത്. നമ്മളെല്ലാം ഇപ്പോൾ അൽഹംദുലില്ലാഹ് ഒരുപാട് സന്തോഷത്തിലാണ്, ഒരുപാട് റാഹത്തിലാണ്. അതേപോലെ എല്ലാവരും ഇതിലേക്കെല്ലാം എത്തിപ്പെടട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. വളരെ വളരെ സന്തോഷം. അതേപോലെ ഇനി ഒരാൾ കൂടി വേണം സംസാരിക്കാം. അതുപോലെ 9-ാം തീയതി നടക്കുന്ന പ്രോഗ്രാമിൽ എല്ലാവരും പങ്കെടുക്കുക. അതുപോലെ തന്നെ അതിന് തുടർച്ചയായിട്ട് ഒരു പുതിയൊരു പ്രോഗ്രാം എന്താ പറയുക, കോഴിക്കോട് ഹൈലൈറ്റിൽ വെച്ച് 20-ാം തീയതി നടക്കുന്നുണ്ട്, 27-ാം തീയതി എറണാകുളത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ ഓഫീസുമായിട്ടൊന്ന് ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ നാളെയാണ് ഇതിൻ്റെ നമുക്ക് ഫൈനൽ ക്ലാസ്. എല്ലാവരും ലൈവിൽ തന്നെ ഉണ്ടാവുക, ലൈവിൽ തന്നെ എല്ലാവരും ഉണ്ടാവും. ലൈവിൽ പങ്കെടുക്കുമ്പോൾ എനിക്കും വലിയ സന്തോഷം. ഒരു 800-ന് മുകളിലൊക്കെ ആളുകൾ എല്ലാ ദിവസവും പങ്കെടുക്കുക എന്ന് പറയുമ്പോൾ അത് വലിയ സന്തോഷമാണ്. അതുപോലെ തന്നെ നിങ്ങളൊക്കെ ഈ 3 ദിവസം കഴിഞ്ഞാലും എല്ലാ ദിവസവും രാവിലെ 6:30 ഹാപ്പി പാർക്കിന്റെ റിച്ച് വൈബ് ക്ലബ് എല്ലാ ദിവസവും ഉണ്ടാവും. ഒരു 15 അരമണിക്കൂർ സമയം ഉണ്ടാവുള്ളൂ. അത് എല്ലാ ദിവസവും അതിനു വേണ്ടി സമയം മാറ്റിവെക്കും. ഒരാൾ കൂടി പറഞ്ഞ മണി മൈൻഡ് സെറ്റിലൊക്കെ പങ്കെടുത്ത ഏതെങ്കിലും ഒരാൾ കൂടി, ഇന്നലെ സംസാരിക്കാത്ത ഒരാൾ കൂടി വേണം സംസാരിക്കാൻ. സമയം ഒത്തിരി വൈകിട്ട്. ഗുഡ് മോർണിംഗ് സർ. വെരി ഗുഡ് മോർണിംഗ്. പേര് പറയൂ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സംസാരിച്ചോളൂ. പേര് പറയൂ. കേൾക്കുന്നില്ല. ആരാ സംസാരിക്കുന്നത്? ഒന്നും കേൾക്കുന്നില്ല. ഹെഡ്ഫോൺ. പറയൂ. ഗീതയാണോ? സാർ, അത് എനിക്കൊരു സന്തോഷ വാർത്ത പറയാനുള്ളത് വെച്ചാല് 20 വർഷമായിട്ട് നമ്മളെ ഫാമിലി ഇങ്ങനെ തെറ്റിപ്പിരിട്ടേനുള്ളത്. അപ്പൊ യാതൊരുവിധ മധ്യസ്ഥ ഒന്നും ഇല്ലാതെ തന്നെ അവരെല്ലാരും കൂടി ഇങ്ങോട്ടേക്ക് വന്ന് ഭയങ്കര ഹാപ്പിയായി. വെരി ഗുഡ്, വെരി ഗുഡ്. അത് ആര് മാറി? അവര് മാറിയോ നിങ്ങൾ മാറിയോ? എന്താ സംഭവിച്ചത് അറിയില്ല, ഫുൾ ഹാപ്പി. അവരിങ്ങോട്ട് വന്ന് പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ അറിയാതെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നടന്നുകൊണ്ടിരിക്കും. ഞാനിങ്ങനെ ഒഴുകി പോവുക അവിടെ എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്, സാമ്പത്തികമായിട്ടും എല്ലാം തന്നെ ഒന്നിലൊരു ബുദ്ധിമുട്ടില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ സന്തോഷ വാർത്ത എത്രയും പെട്ടെന്ന് അറിയിക്കണ്ട. ഇത് മന്നാന്ന് സംഭവിച്ച് എല്ലാരും കൂടി ഇവിടേക്ക് വന്ന് 20 വർഷമായി. ഒരു പരിധിയില്ല, സന്തോഷത്തിന് ഒരു പരിധിയില്ലാത്ത. കാരണം ഈ ലോകത്ത് അത്രയുണ്ട്. നിങ്ങൾ കടലിൽ നോക്കൂ, നിങ്ങൾ എത്ര തലമുറ
മത്സ്യം പിടിച്ചാലും തീരാത്ത അത്രയുണ്ട്. മണല് നോക്കൂ നിങ്ങൾ, ആകാശത്തെ നക്ഷത്രം നോക്കൂ നിങ്ങൾ. പരിധിയുണ്ടോ? ഈ ലോകം അത്രയും സമൃദ്ധമാണ്. എന്നിട്ട് നമ്മൾ ചെറിയൊരു മനസ്സുമായിട്ട് തീർന്നു പോവോ? ദൈവമേ, ഇങ്ങനെ ജീവിക്കുന്ന ആൾക്കാർ അവരുടെ ഉള്ളിൽ അങ്ങനെ ഒരു ഗാന്ധമാണെങ്കിൽ അവർ ആ രൂപത്തിൽ തന്നെ പ്രോഗ്രാം ചെയ്യപ്പെടും. ഏതായാലും വലിയ സന്തോഷം. ഒത്തിരി ആൾക്കാർ ഇവിടെ സംസാരിച്ചു. മുഴുവൻ ആളുകൾക്കും IP അഷ്റഫ് സാർ സംസാരിക്കുന്നുണ്ടോ? ഓക്കെ. നേരത്തെ നിങ്ങൾ ഓണാക്കിയോന്ന് അറിയില്ല. ഏതായാലും വളരെ വളരെ സന്തോഷം. മുഴുവൻ ആളുകൾക്കും നന്ദി അറിയിക്കുന്നു. അതേപോലെ തന്നെ എന്താ പറയാ, ഇനി എന്തെങ്കിലും ഡൗട്ട്സോ മറ്റോ ഉണ്ടെ ചോദിക്കാം. നാളെയും എല്ലാവരും ലൈവിൽ പങ്കെടുക്കുക. നാളെ മാത്രമല്ല, എല്ലാ ദിവസവും പങ്കെടുക്കുക. അതേപോലെ ആ ഒരു 9-ാം തീയതി നടക്കുന്ന പ്രോഗ്രാമിലും എല്ലാവരും പങ്കെടുക്കുക. ഓക്കെ, ഈ ശബ്ദം Thank you, sir.